ശ്രീ ബി എൻ ആസ്കർ, അവിടെ നടന്നതൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. മാധ്യമങ്ങൾക്ക് ആ വാർത്ത അറിയാൻ നിവൃത്തിയില്ല, കൊടുക്കാനും പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും എനിക്കറിയില്ല. ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഈ ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അക്കൂട്ടത്തിലുണ്ട്. 40 ദിവസം അദ്ദേഹത്തെ ഇരുത്തി വിസ്തരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. CBS ഞാൻ വായിക്കാം. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാണ് വായിക്കുന്നത്, മൊത്തം വായിക്കാൻ സമയമില്ലാത്തത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയായി. വെളുപ്പിന് ഡയാലിസിസ് കഴിഞ്ഞ് നേരെ കോടതിയിലെത്തി ഞാൻ അല്പം നേരം റെസ്റ്റ് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് തന്നില്ല. വൈകുന്നേരമായപ്പോൾ ഞാൻ അല്പം വിശ്രമം ആഗ്രഹിച്ചു. പക്ഷേ കോടതി റെസ്റ്റ് പറഞ്ഞില്ല. ഞാൻ തറയിൽ വീണുപോകും എന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു. ഒടുവിൽ രാത്രി 8:30 വരെ ആ വിചാരണ നീണ്ടുനിന്നു. ഡയാലിസിസ് റൂമിൽ നിന്നും നേരെ കോടതി റൂമിലേക്ക് രാവിലെ 10 മണിക്ക് കയറി എന്നെ രാത്രി 8:30 വരെ മനഃപൂർവ്വം നോൺ സ്റ്റോപ്പായി വിസ്തരിച്ച് എന്തിനു വേണ്ടിയായിരുന്നു എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒന്ന് മൂത്രമൊഴിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഒന്ന് മെഡിസിൻ കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഞാൻ രോഗിയാണെന്ന പരിഗണന രാമൻപിള്ളയോ ബഹുമാന കോടതി എനിക്ക് തന്നില്ല. ഞാൻ ഈ പറയുന്നത് കള്ളമല്ല, ഇതിനൊക്കെ കോടതി രേഖകൾ തെളിവാണ്. ഞാൻ അവശനായിട്ടാണ് കോടതിയിൽ നിന്ന് വന്നിറങ്ങിയത്. ഇതുപോലെ എത്രയോ നാളുകൾ എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു. ഒരു സാക്ഷിയായി മാറിയെന്ന ഒറ്റ കാരണത്താൽ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് ബാലേന്ദ്രകുമാറാണ്. അദ്ദേഹം വളരെ അവശനായി ഇന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ ആശുപത്രിയിൽ എന്തൊക്കെയോ ഭാഗമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ 40 ദിവസം ഒരു രോഗിയായ ബാലേന്ദ്രകുമാർ നേരിട്ട അനുഭവം അദ്ദേഹം പറയുകയാണ്. ശ്രീ ബി എൻ ആസ്കർ, ഇത്തരത്തിൽ വിസ്തരിക്കുന്നതിന് എന്താണ് ഒരു കാലപരിധി ഇല്ല എന്ന് കരുതി കാണ്ടം അങ്ങ് വിസ്തരിക്കാം, ആരും ചോദിക്കാനില്ല, മാസങ്ങളോളം വേണം ഇരുത്തി വിസ്തരിക്കാം എന്നൊന്നുണ്ടോ സാർ നിയമവ്യവസ്ഥയിൽ? Hashmi, the purpose of every criminal trial is to find out the truth, but not only the truth alone എന്നാണ് പ്രമാണം. ഒരു ക്രിമിനൽ വിചാരണയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ അനിതര സാധാരണ ഒരു വിചാരണയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അതിൽ സങ്കടമുണ്ട്, നമുക്കെല്ലാവർക്കും അതിൽ ഉത്കണ്ഠയുണ്ട്. ആ അനിതര സാധാരണമായിട്ടുള്ള ഒരു വിചാരണ എന്ന് പറയുന്നത് അതിലെ ഒന്നാം പ്രതി നിർദ്ധനായിട്ടുള്ള ഒന്നാം പ്രതി 10 തവണ ഹൈക്കോടതിയിലും 4 തവണ സുപ്രീം കോടതിയിലും സ്വന്തം ചെലവിൽ വക്കീലിനെ വെച്ച് പോയി. മാത്രമല്ല, കേസിലെ പ്രബലനായും ധനാഠ്യനുമായിട്ടുള്ള മറ്റൊരു പ്രതി 66 തവണ ഉപരിക്കോടതിയിൽ പോയി ഈ വിചാരണ വൈകിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി. ഒന്നാം പ്രതി ഒഴികെ ബാക്കി മുഴുവൻ പ്രതികളും ഈ കേസിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തുപോയി. ഈ കേസിലെ പരമാവധി ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത് 20 വർഷമോ ജീവപര്യന്തമോ ആണ്. അതിൽ 1/3 ഭാഗം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ വിചാരണ അനന്തമായി നീണ്ടുപോയി എന്നുള്ളത് 95 ദിവസം. ഇതിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് 120B മാത്രമാണ്. 120B മാത്രമായി നിൽക്കുന്ന ഒരു വിചാരണയ്ക്ക് 95 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് അസാധാരണത്തിൽ അസാധാരണം, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മറ്റ് 9 പ്രതികളുടെ കൂടി ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് 8ാം പ്രതിയുടെ അഭിഭാഷകൻ മറ്റ് പ്രതികൾക്ക് കൂടി വേണ്ടി ഈ സാക്ഷിയെ വിസ്തരിച്ചു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ കേസിലെ ഇരയെ എത്ര നാൾ വിസ്തരിച്ചു? ഈ കേസിലെ ഇരയും സമാനമായി വിസ്തരിച്ചു. ബാലേന്ദ്രകുമാറിനെ സമാനമായി ഇരുത്തി വിസ്തരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതി ലക്ഷ്യമാവുമെന്ന് എനിക്കറിയില്ല. കാര്യം ബാലേന്ദ്രകുമാറിനെ പോലെ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ഒരാളെ ഇത്തരത്തിലായിരുന്നു ട്രീറ്റ്മെൻറ്റെങ്കിൽ അത് ദ്രോഹമാണ്. അത് പറഞ്ഞ കോടതി ലക്ഷ്യമാണെന്ന് എനിക്കറിയില്ല, സത്യം എനിക്കറിയില്ല. ശ്രീ അസ്കർ, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ 10 പോട്ടെ, 20 പോട്ടെ, 30 പോട്ടെ, 87 ദിവസങ്ങൾ, 105 ദിവസങ്ങൾ അവിടെ ഇരുത്തുകയാണ്. ഇതെന്താണ്? അതെന്ത് നടപടിയാണ്? ശ്രീ അസ്കർ അത്തരത്തിൽ ഇപ്പോൾ എന്താണ് പ്രതിയുടെ അഭിഭാഷകൻ പ്രതിയെ സേഫ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മുഴുവൻ ഇറക്കുമല്ലോ. ആ പ്രാഗൽഭ്യം ഇറക്കുമ്പോൾ അത് റിലവൻ്റ് അല്ലെങ്കിൽ അത് ഫാക്റ്റുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ നിർത്തി മര്യാദകേട് എന്ന് പറയേണ്ടത് ആരാണ്? ശ്രീ അസ്കർ. ഹാഷ്മി, ഇതിൽ ഇറലവൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നിയമത്തിൽ പലപ്പോഴും കോടതികൾ ക്രിമിനൽ അഭിഭാഷകരെ വിചാരണയ്ക്ക് വരുമ്പോൾ പ്രതിഭാഗ അഭിഭാഷകരോട് പലപ്പോഴും പറയുകയും ഞങ്ങളൊക്കെ പലപ്പോഴും കോടതിയിൽ വളരെ നേരം ഇത് തർക്കിക്കേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറലവൻ്റ് എന്നൊരു വാക്ക് ഒരുപക്ഷെ ജഡ്ജി ഉപയോഗിച്ചിട്ടുണ്ടാവണം എന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം ഞാൻ കരുതാൻ. കാരണം 95 ദിവസമൊന്നും ഒരു 120Bയുടെ ഒരു പ്രതിക്കെതിരെ അങ്ങനെ വിസ്തരിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് നിയമം അറിയുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ട്രയൽ പരിചയമുള്ള ഞാൻ രാമപിള്ള സാർ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് സ്വാഭാവികമായും ദീർഘനേരം സാക്ഷികളെ ക്രോസ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. ആ ശൈലി സ്വീകരിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹം അത്രയും സമയം എടുത്തു എന്നെങ്കിൽ പോലും ഇതിൽ ടൈം ബൗണ്ട് ആയിട്ട് സുപ്രീം കോടതി ഒരു സമയബന്ധിതമായി സുപ്രീം കോടതി മാധ്യമങ്ങൾക്ക് ഗാഗ് ഓർഡർ, ഇൻ ക്യാമറ പ്രൊസീഡിംഗ്, അതിനുള്ളിൽ നടക്കുന്ന ആർക്കും എന്തോന്ന് അറിയില്ല.
അസ്കർ ഇന്നിപ്പോൾ കോടതിയിൽ ഈ പറഞ്ഞ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്ന ഒരു പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് ഈ സുനിയുടെ അഭിഭാഷകൻ എങ്ങനെയാണെന്ന് അറിയാൻ കഴിയുക. 1800 പേജുള്ള ഈ പറഞ്ഞ രേഖ പുറത്തേക്ക് വരട്ടെ, അതിലല്ലേ അറിയൂ ചോദിച്ച കഥകൾ എന്താണ്, ഉണ്ടാക്കിയ സ്റ്റോറി എന്താണ്. ആ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ ലീഗൽ ഒബ്ജക്ഷൻ പ്രോസിക്യൂഷൻ പറഞ്ഞു എന്ന് ഈ പറഞ്ഞ 1800 പേജ് പുറത്തു വരുമ്പോഴേ അറിയൂ. സുനിയുടെ അഭിഭാഷകൻ എങ്ങനെ അറിയാം അത് കോടതിയിൽ പറയാൻ? അത് പൾസർ സുനിയുടെ അഭിഭാഷകനൊക്കെ വിസ്താരം കഴിയുന്ന അന്നേ ദിവസം തന്നെ കോപ്പി ആപ്ലിക്കേഷൻ ഇട്ട് അവർ 10 പ്രതികളുടെ അഭിഭാഷകർക്ക് ലഭിക്കുന്നതിന് 3 ദിവസം കൊണ്ട് ലഭിക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ 1800 പേജ് ഉണ്ടെന്നും മറ്റുമൊക്കെ കോടതി മുമ്പാകെ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ വിവരങ്ങൾ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. സംശയിക്കേണ്ട ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യം ഹാഷ്മി ഇതിൽ ഇത് നിശ്ചയമായും ഇതിലൊരു അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. അതെ, അത് രണ്ടു കൂട്ടർക്കും ലഭിക്കും. പ്രോസിക്യൂഷൻ അത് സൗജന്യമായി ലഭിക്കും, പ്രതികൾക്ക് ഫീസ് കൊടുത്ത് ആ പേജസ് ലഭിക്കും. മാത്രമല്ല ഇതിലൊരു വലിയ അപകടകരമായ ഒരു സാഹചര്യം 313(3) എന്ന് പറഞ്ഞിട്ട് CRPC ഒരു വകുപ്പുണ്ട്. ഇനി ആകെ അവശേഷിക്കുന്നത് പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം മാത്രമാണ്. അതിലാണ് ഇപ്പോൾ 1-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ മുഴുവൻ അടിവേരിളക്കാൻ പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയുടെ കോടതി മുമ്പാകെ എഴുതി നൽകാൻ സാധ്യതയുള്ള 313(3) സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഈ കേസിൻ്റെ മുഴുവൻ ക്രക്സും തകർക്കപ്പെടും. ഒരുപക്ഷെ 376D ഈ കേസിൽ ഉറപ്പായും പിടിക്കപ്പെടും. കാരണം അതിനടക്കം ആവശ്യമായിട്ടുള്ള സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും മറിച്ച് അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകുന്നുണ്ട്. ഇതിലെ പ്രബലനായിട്ട് പ്രതിയെ രക്ഷിക്കുന്നതിനാവശ്യമായിട്ട് ഇപ്പോൾ 1-ാം പ്രതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതി മുമ്പാകെ എഴുതി നൽകിയാൽ ആ എഴുതി നൽകുന്ന തെളിവ് നൽകുന്നത് തെളിവായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു വിധി വരുന്നതിനുള്ള സാഹചര്യം പോലും സംശയിക്കപ്പെടുന്ന ഒരുപക്ഷെ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാൻ 313(3) കൊടുക്കാതിരിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പുറത്തു വന്ന കത്ത് വിശ്വസിക്കാമെങ്കിൽ ആ കത്ത് പ്രകാരം എന്താണ്? ആ കത്ത് പ്രകാരം കൊടുക്കാമെന്ന് പറഞ്ഞ പണം കൊടുത്തില്ല, അതായിരുന്നു പ്രശ്നം. കൊട്ടക്കണക്കിന് പണം കിട്ടിയാലോ പൾസർ സുനി അറിയില്ലെന്ന് ആരും കണ്ടു? ശ്രീ CR നീലകണ്ഠൻ. ഒരു സംശയമില്ല, കൊട്ടേഷൻ എടുത്ത് ഇത്രയും വൃത്തികെട്ട ഒരു പണിക്ക് പോകാൻ നിൽക്കുന്ന ആൾ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയും. നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ പണി. നിങ്ങൾ എനിക്ക് കാശ് തരികയാണെങ്കിൽ, കാശ്മീർ എനിക്ക് കാശ് തരികയാണെങ്കിൽ ആരെ വേണമെങ്കിൽ ഞാൻ കൊല്ലും, ആരെ വേണമെങ്കിൽ ഇപ്പോൾ റേപ്പ് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണ്, എന്നാലും ആരെ വേണമെങ്കിൽ റേപ്പ് ചെയ്യും, ആരെ വേണമെങ്കിൽ ഞാൻ ചെയ്യും. അങ്ങനെ നിൽക്കുന്ന ഒരാൾ, കാശിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരാൾ കാശ് കിട്ടിയാൽ മാറില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കോടതിയിൽ വന്നെന്താ അദ്ദേഹം എന്താ ഹരിചന്ദ്രൻ്റെ മോനോ? അങ്ങനെയൊന്നല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മാറും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് വേണ്ടി ഇത്രയധികം പണം മുടക്കി അയാളെ രക്ഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, തുടക്കത്തിൽ ഞാനും നേരത്തെ ഇപ്പോൾ ബൈജുവും ചോദിച്ച എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ പണം വരുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഇങ്ങനെയുള്ള ഒരാളാണോ? മാത്രമല്ല ഞാനതിൽ കാണുന്നൊരു കാര്യം, ഏത് കേസും ചരിത്രമെടുത്താൽ നീണ്ടു പോയാൽ അതിൽ പല കണ്ണികളും ദുർബലമാകും. കാരണം രാമപിള്ളയെ പോലുള്ളൊരു വക്കീൽ നേരത്തെ അക്സർ പറഞ്ഞ പോലെ എന്താ പ്രതികൾ ചെയ്യേണ്ട കാര്യം എന്താ? പോലീസിൻ്റെ സ്റ്റോറിയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതി, ഒരു ചെറിയ ലിങ്ക് മിസ്സായാൽ മതി, തീർന്നു. അതോടുകൂടി വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു ചെറിയ ലിങ്ക് കൊണ്ടു ആ ലിങ്ക് അപ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന് തെളിയിക്കാൻ അത് മാത്രം മതി. അപ്പോൾ 50 ദിവസവും 100 ദിവസവും ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് വ്യത്യാസമായി ഇന്ന് പറയുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മൊഴി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ ഇതെല്ലാം രേഖപ്പെടുത്തിയ ആളായിരിക്കും, അന്വേഷണം രേഖപ്പെടുത്തിയ ആളായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ അങ്ങനെ ഇന്നലെ പറഞ്ഞ്, മറ്റേ സാക്ഷി ഇങ്ങനെയല്ലോ പറഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടാക്കിയാൽ, പ്രത്യേകിച്ചും 120B കേസ്, ഈ ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത് തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അക്സറിനൊക്കെ അറിയാതെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ് ഗൂഢാലോചന കേസ് തെളിയിക്കുക എന്നുള്ളത്. കാരണം കൊലപാതക കേസ് തെളിയിക്കാം, റേപ്പ് കേസ് തെളിയിക്കാം, ഗൂഢാലോചന കേസ് തെളിയിക്കുക എന്നുള്ളത്. കാരണം ലിങ്ക് ഉണ്ടാവുക എന്നുള്ളത് അത് അത്ര ലളിതമായി ഒരാൾ വെറുതെ പറഞ്ഞാൽ ലിങ്ക് ഉണ്ടാവില്ല. ആ ലിങ്ക് ഉണ്ടാവണമെങ്കിൽ ആ ലിങ്ക് വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിങ്ക് ആവണം. അപ്പോൾ ആ ലിങ്ക് പൊളിക്കുന്ന എങ്ങനെയാണ്? അവിടെയാണ് സാക്ഷികളുടെ മൊഴികളിൽ മാറ്റം വരുത്തുക. ഇപ്പം ഇതിൽ പ്രതിയാണെങ്കിൽ പോലും ദിലീപ് പ്രതിയായ കേസിൽ സാക്ഷിയാണ് പൾസർ സുനി. നമ്മൾ അങ്ങനെ ആലോചിക്കണം. പൾസർ സുനിയുടെ മൊഴി ഒരു സാക്ഷി മൊഴിക്ക് തുല്യമാണ് ഈ കേസിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും ദിലീപ്, ഞാൻ പറഞ്ഞത് ഇതിൽ പ്രതിയായിട്ടുള്ള ആൾ, ഇങ്ങനെയുള്ള കേസുകളിൽ കാണുന്നത് എന്താ? മൊഴികൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി, മതി.
അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയില്ല, നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ CD കാണാതായിപ്പോയി, അല്ലെങ്കിൽ ഫയൽ കാണാതായിപ്പോയി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഞാൻ ആദ്യം മുതൽ കാണുന്ന ഒരു കാര്യം, ഈ കേസിൽ ഞാൻ ഈ അതിജീവിത പറഞ്ഞതിനോട് യോജിക്കുക. ഈ മജിസ്ട്രേറ്റ് കൃത്യമായ താല്പര്യമുള്ള ആളാണ് എന്ന് വ്യക്തമായ കാര്യമാണ്. എനിക്കെതിരെ കോടതി എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാനൊരിക്കൽ പറഞ്ഞത് മജിസ്ട്രേറ്റ് കൂറുമാറിയ കേസായിരുന്നു. സാക്ഷി കൂറുമാറുന്ന് കേട്ടിട്ടുണ്ട്, വക്കീൽ കൂറുമാറുന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ മജിസ്ട്രേറ്റ് കൂറുമാറുന്ന ഒരു കേസ് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കേസാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ എന്തൊക്കെ എന്റെ താല്പര്യമൊക്കെ അപ്പുറം സാർ, ഈ കേസിലെ പ്രധാനപ്പെട്ട കൺസേൺ ആരാണ്? അത് അതിജീവിതയാണ്. അതിജീവിതയ്ക്ക് തന്നെ വിശ്വാസമില്ലാതെ കോടതിയിലേക്ക് പോയതല്ലേ. അത് കോടതിയിൽ അവരുടെ പോരാട്ടം വിജയിച്ചില്ലെങ്കിൽ കൂടിയും അതിജീവിത പറയുന്നത് എന്താണ്? അതായത് എൻ്റെ മാനാഭിമാനങ്ങളെ തൂക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ എൻ്റെ മാനാഭിമാനങ്ങളുടെ ആധാരമായ, അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും ആധാരമായ ഒരു തെളിവ് കോടതിയിൽ നിന്ന് ചോർന്നുവെന്ന് എനിക്ക് പേടിയുണ്ട് കോടതി എന്ന് പറഞ്ഞില്ലേ? അതിനപ്പുറം ഒരു ഗതികേട് ഉണ്ടാവാനുണ്ടോ CR? അല്ല, അവിടെയാണ് പ്രധാന ചോദ്യം. ഈ കേസിലെ ഏറ്റവും ദുർബലമായ കണ്ണി ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മജിസ്ട്രേറ്റ് തന്നെയാണ്. ദുർബലമായ കണ്ണി. കാരണം നേരത്തെ സുപ്രീം കോടതി ചോദിച്ചില്ലേ, ഈ 105 ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിചാരണ നടത്തുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകൻ, പ്രതിഭാഗ അഭിഭാഷകൻ, എന്തുകൊണ്ട് നിങ്ങൾ മതി നിർത്ത്, ഇത്രയും മതിയല്ലോ, ഇനി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചില്ല മജിസ്ട്രേറ്റ്. ചോദിക്കാതിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് അത് ഇൻക്ലിനേഷൻ ഈസ് വെരി, അത് ഇറ്റ് ഈസ് ബൈ ഇറ്റ് സെൽഫ്. ഞാനത് വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. അതിജീവിതം പറഞ്ഞ പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ബൈ ഡിഫോൾട്ട് നമുക്ക് ഈ കേസിൽ അങ്ങനെ എടുക്കാം. അതുമാത്രമല്ല ഇവിടെ വക്കീലന്മാർ പ്രതിഭാഗം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം പ്രോസിക്യൂട്ടർമാർ മാറിയെന്നുണ്ട്. പ്രോസിക്യൂട്ടർ മാറുന്നു, പക്ഷേ പ്രതിഭാഗം വക്കീൽ, അതിശക്തരായ വക്കീൽ സുപ്രീം കോടതിയിലും കോടതിയിൽ നിൽക്കുന്നു. കാരണം ഒരുപക്ഷെ പണം അവരുടെ കയ്യിലായിരിക്കും കൂടുതൽ. ഗവൺമെൻറ് ഏത് അഭിഭാഷകനെ കൊണ്ടുവരുന്നത് ഗവൺമെൻറ് പ്രൊറോഗേറ്റീവാണ്. ഇനി അതിജീവിത ആവശ്യപ്പെട്ട അഭിഭാഷകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരാവശ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റ് പല കേസുകളിലും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വേണ്ടി വണ്ടിപ്പെരിയാറായാലും വാളയാറായാലും ഒക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന ആവശ്യം അതുപോലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ വഴികളിൽ പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഇത്തരം നീട്ടുന്ന കളി, ഈ നീട്ടിക്കൊണ്ടിരിക്കുന്ന കളി, ഇപ്പോൾ സുനിക്ക് ജാമ്യം കിട്ടി, സുനി വന്നു. നേരത്തെ ഹാഷ്മി എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം പോലെ, എനിക്കിപ്പോൾ ഒരാളെ കൊല്ലാൻ ഇത്ര ലക്ഷമാണെങ്കിൽ ഇന്നെ സാക്ഷി മാറ്റി പറയാൻ ഇത്രയും കൂടി ലക്ഷം തന്നാൽ ഞാനത് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ പൾസർ സുനിക്ക് എന്താ കമന്ന് വീഴില്ലേ? സംശയമുണ്ടോ? ശരി, ഞാൻ അല്ല മാത്രമല്ല, പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 7 വർഷം ജയിലിൽ കിടന്നതിൻ്റെ കൂടെ നഷ്ടപരിഹാരം കുറിച്ച് ചേർത്ത് സുനി ചോദിക്കും, അത് കൊടുക്കേണ്ടി വരും.